നമ്മൾ കാജു കട്ട്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 300 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം പിസ്തയും എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിസ്ത നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. കപ്പ് പഞ്ചസാര, അരക്കപ്പ് വെള്ളം ഇത് ചേർത്തിട്ട് ഒരു 1 സ്പ്രിംഗ് കൺസിസ്റ്റൻസി വരെ നമുക്ക് അലിയിച്ചെടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കുമ്പോൾ നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 2 പകുതിയാക്കിയിട്ട് ഒരു പകുതി മാറ്റി വയ്ക്കാം. മറ്റേ പകുതിയിലത്തെ ഒരു പകുതി എടുത്തിട്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ച പിസ്ത ചേർത്ത് കൊടുത്ത് അത് നന്നായി മിക്സാക്കി എടുക്കണം. മാറ്റി വെച്ച മറ്റേ പകുതിയിലേക്ക് ഞാൻ 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് അത് മിക്സാക്കി എടുക്കാം. മൂന്ന് ഉണ്ടകളിലും നമ്മൾ കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് ഇതുപോലെ പരത്തി മുറിച്ചെടുക്കുക. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെങ്കിൽ ചോക്ലേറ്റിലും പിസ്തയിലും പാൽ ഒഴിച്ചിരുന്നത് കൊണ്ട് അത് നന്നായി ഒന്നും കൂടി വറ്റിച്ചെടുക്കണമായിരുന്നു. അത് കുറച്ച് വറ്റൽ കുറഞ്ഞു പോയ കാരണം അത് മാത്രം കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ ദീപാവലിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്